ഷെടാ, ഇതിപ്പം നമ്മൾ എന്തെല്ലാം കണ്ടുപിടിക്കണം. തേങ്ങേന്റെയും വെളിച്ചെണ്ണേന്റെയും വിലയാണെങ്കിൽ കൂടുവോ എന്നല്ലാണ്ട് കുറഞ്ഞു വരുന്ന മറ്റൊന്നുമില്ല. അപ്പൊ തേങ്ങ ഇല്ലാണ്ട് തന്നെ തേങ്ങ അരച്ച പോലെയുള്ള കറി ഇങ്ങനെ റെഡിയാക്കി എടുക്കാന്നുള്ള ഒരു പരീക്ഷണത്തിനൊടുവിൽ കിട്ടിയ ഒരു കറിയാണിത്. അപ്പൊ പിന്നെ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോ പിന്നെ മീനൊന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഇതിൽ കോവക്ക ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാക്കാം. മീനൊന്നും കഴിക്കാത്തവരുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് പച്ചക്കറി യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. നമ്മളെ നോർമൽ ഐറ്റംസ് തന്നെ ഒരു ഇരുമ്പിന്റെ കടായിലോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആ വാളംപുളി അല്ലെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം. അപ്പം കുടംപുളി ആകുമ്പം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതാ വേറൊരു ചട്ടിയിലേക്ക് കടുവും ഉലുവയും കറിവേപ്പിലയും ഇട്ട് ഈ ഒരു അരപ്പ് കുറച്ചു നേരം എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് പിന്നെ മീൻ കഷ്ണങ്ങളോ കോവക്കയോ ഇട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ